അപ്പോൾ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് തേൻ വരിക്കയുടെ നല്ലൊരു ചക്ക കിട്ടിയായിരുന്നു. നമ്മൾ ഈ വഴിയരികി വിൽക്കുന്നവരുടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ചുളയെല്ലാം അടത്തി അതിൻ്റെ ചകിണിയെല്ലാം കളഞ്ഞ് കുരുവെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചക്കയുടെ ചുള നമ്മൾ ചെറുതായിട്ട് കുറച്ചെടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങയുടെ പകുതി നമ്മൾ ചേരണ്ടി ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1/4 കിലോ ശർക്കര ഉരുക്കി ഈ ഒരു കുഞ്ഞ് അരക്കപ്പാക്കി എടുത്തിട്ടുണ്ട്. അരിച്ചൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടിപ്പോയാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരത്തില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഇഡലിക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു പരുവത്തിന് മാത്രം വെള്ളം വരുന്ന രീതിയിൽ മതി. ഇതിപ്പം നമുക്ക് ഈ ചക്ക നല്ലതായിട്ട് പഴുത്തതായതുകൊണ്ട് അതിൽ നിന്നുള്ള വെള്ളം കൂടെ വരും. അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ശർക്കര പാനി ഇതിൻ്റെ അകത്ത് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഏലക്ക ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇത്രയും സാധനം മതി. നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഒരപ്പച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ഇപ്പോൾ ഓൾറെഡി എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ടെടുത്ത് വെക്കുക. ഇനി നമ്മൾ ഓരോ സ്പൂണ് ഓരോ തട്ടിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഈ അപ്പച്ചെമ്പ് അടച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. വേകാൻ ഇച്ചിരി സമയം എടുക്കും. നമ്മളൊരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി കുറച്ച് നേരം വെക്കണം. വേകുന്നിടം വരെ വെക്കണം. നമ്മുടെ ചക്കപ്പഴം കൊണ്ടുണ്ടാക്കി ഇഡലി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.